പച്ചക്കറികളൊന്നും അധികം ഇല്ലാത്ത ദിവസം ഇതുപോലൊരു ഉള്ളിച്ചോറ് മാത്രം നമുക്ക് തയ്യാറാക്കിയാൽ മതി. വളരെ സ്വാദിഷ്ടമായ ഈ ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് 1-2 സവാളയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക് ഇതൊക്കെ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ആദ്യം 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ അതിൻ്റെ നിറവും ഒന്ന് മാറിക്കിട്ടും. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കരിവേപ്പിലയും കൂടെ ചേർക്കുക. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമേ ഉള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും ചേർക്കാം. ഇപ്പം ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായിരിക്കും. ചെറിയ ഉള്ളി അരിയാൻ മടിയുള്ളവർക്കാണെങ്കിലും എല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇതുപോലെ അത്യാവശ്യത്തിന് 1-2 സവാളയും കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി നിറം മാറി വരുമ്പം അതിലേക്ക് ഇപ്പം മുളക് ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. കളറിന് വേണ്ടി ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. കൂടെ സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കുകയും വേണം. അപ്പോൾ കളറിനാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അത് ചേർക്കണം എന്ന് നിർബന്ധമില്ല. ചതച്ച മുളകിൻ്റെ എരിവ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു ചെറിയ കളറും കൂടെ കിട്ടാനായിട്ട് മുളക് പൊടി ചേർക്കുന്നതും നല്ലതാണ്. ഇതിലേക്ക് മട്ടയരിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ പച്ചരി ആണ് ഇഷ്ടമെന്നുള്ളവർക്ക് പച്ചരി തന്നെ വേവിച്ച ചോറ് ചേർക്കാം. മട്ടയരിയിൽ ഇത് തയ്യാറാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അരിയും കൂടെ ചേർത്ത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം കൂടുതൽ കരിവേപ്പിലയും കൂടെ ചേർക്കുക. ഒന്ന് ചൂടാവുന്നത് വരെ 2-3 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല സ്വാദിഷ്ടമായ ഉള്ളിച്ചോറ് അല്ലെങ്കിൽ ഒനിയൻ റൈസ് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. കറികളൊന്നും വെക്കാൻ ഇഷ്ടമില്ലാത്ത ദിവസങ്ങളിലോ അല്ല ചോറ് ബാക്കി വരുന്ന ദിവസങ്ങളിലോ ഇതുപോലെ ഒരു ചോറ് നമുക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പപ്പടമോ എന്തെങ്കിലും മാത്രം മതി ഇത് കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് എത്ര വേണേലും വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.